റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ നടക്കുന്ന യുദ്ധം കാരണം മറ്റു രാജ്യങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നം ഇവയെല്ലാം ഒരു പീക്ക് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. കേർസ്കിൽ റഷ്യയുടെ കൗണ്ടർ ഒഫൻസീവ് അവർ പ്രതീക്ഷിച്ച ഒരു നേട്ടം അവർക്കിപ്പോൾ നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. കിഴക്കൻ പ്രദേശങ്ങളിലും റഷ്യക്ക് ഗണ്യമായ ഒരു വിജയം കഴിഞ്ഞ ഒരാഴ്ചയിൽ ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഉക്രൈന് ടോറസ് മിസൈൽസ് നൽകാനുള്ള തീരുമാനം എപ്പോഴും നടക്കില്ല. ജർമ്മൻ മെയ്ഡ് ലോങ് റേഞ്ച് വെപ്പൺസ്, അതിന്റെ റേഞ്ച് തന്നെ 500 കിലോമീറ്ററിൽ കൂടുതലാണ്. അത്രയും കൂടുതൽ റേഞ്ചുള്ള ആയുധം ഞങ്ങൾ തീർച്ചയായും ഉക്രൈന് നൽകില്ല എന്ന് ജർമ്മനിയിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നു. അതേസമയം ഇറാനിൽ നിന്ന് അടുത്ത ഘട്ടമായി ചില പ്രധാനപ്പെട്ട മിസൈൽസ് പാവേ ക്രൂസ് മിസൈൽ റഷ്യയിലേക്ക് എത്രയും പെട്ടെന്ന് വരാൻ പോകുന്നു എന്നുള്ള ഒരു പുതിയ റിപ്പോർട്ട് പുറത്തു വന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പ്രധാനമായും ഹൈപ്പർസോണിക് മിസൈൽസ് ഹൂത്തികൾ ഇസ്രായേലിനുള്ളിലേക്ക് ഫയർ ചെയ്തത് സംബന്ധിക്കുന്ന ഒരുപാട് റിപ്പോർട്ട്സ് പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി അറിയാം. ആദ്യം ഇസ്രായേൽ സംബന്ധിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് നോക്കാം. ഇസ്രായേൽ IDF ഒരു പ്രസ്താവന പുറത്തിറക്കി. അതിൽ അവർ ഒരു കാര്യം വ്യക്തമാക്കി. ഹമാസിന്റെ നിയന്ത്രണത്തിലായിരുന്ന 3 ഹോസ്റ്റേജസ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു. ഹമാസ് അവിടെയുള്ള മനുഷ്യരെ, പ്രധാനമായും ഇസ്രായേൽ ഹോസ്റ്റേജസിനെ ഷീൽഡായി ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇതിലൂടെ തന്നെ വ്യക്തമാകുന്നുണ്ട്. മനുഷ്യത്വരഹിതമായ രീതിയിലാണ് ഈ ബന്ധികളെല്ലാം ഹമാസ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ബന്ധികൾ മരിക്കാൻ കാരണമായത് എന്ന് അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു. മറ്റൊരു ഭാഗം നോക്കിയാൽ യമനിലുള്ള ഹൂതികൾ സംബന്ധിക്കുന്ന സംഘടനയിലെ ആയിരക്കണക്കിന് ആളുകൾ ഇറാഖ് വഴി സിറിയയിലേക്ക് പോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് സിറിയയിൽ നിന്ന് ലബനിലേക്ക് പോവുകയും ഹിസ്ബുള്ളയെ അവർ പിന്തുണയ്ക്കുകയും ചെയ്യും. ഇസ്രായേൽ ഒരുപക്ഷെ ഗ്രൗണ്ട് ഒഫൻസീവ് നടത്തുകയാണെങ്കിൽ യമനും നേരിട്ട് കളമിറങ്ങുമെന്ന് ഒരു കാര്യം പുറത്തു വന്നു. അപ്പോൾ അവർ വളരെ തയ്യാറെടുപ്പോടുകൂടി ഇരിക്കുകയാണ്. ഇസ്രായേലിനെതിരെ ഒരു ആക്രമണം നടത്താൻ ഈ എല്ലാ സംഘടനകളും ചേർന്ന് ലബനനെ ഒരു ട്രിഗർ പോയിന്റ് ആക്കി മാറ്റി എല്ലാവരും തയ്യാറെടുക്കുകയാണ് എന്ന് പറയാം. അടുത്തത് ഹൈപ്പർസോണിക് മിസൈലാണ്. ഇന്നലെ ഇസ്രായേലിനുള്ളിൽ ഇങ്ങനെ ഒരു മിസൈൽ വന്ന് വീണതും ഒരുപാട് ചോദ്യങ്ങൾ ലോകം മുഴുവനും ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് സംബന്ധിക്കുന്ന 2 ട്രജക്ടറി വെസ്റ്റേൺ മീഡിയാസ് പുറത്തിറക്കിയിട്ടുണ്ട്, എങ്ങനെയെല്ലാം ഈ മിസൈൽ വന്നിട്ടുണ്ട് എന്ന്. പക്ഷെ സത്യത്തിൽ ഇതെങ്ങനെയാണ് വന്നത്? സൗദി അറേബ്യയുടെ എയർ സ്പേസ് ഉപയോഗിച്ച് അകത്തേക്ക് വന്നോ, അല്ലെങ്കിൽ ചെങ്കടലിലൂടെ മുഴുവനായും യാത്ര ചെയ്ത് ഇസ്രായേൽ എയർ സ്പേസിനുള്ളിലേക്ക് കടന്നോ? ഇങ്ങനെ വ്യക്തമായ വിശദീകരണം ആർക്കും നൽകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇസ്രായേലിന്റെ എയർ സ്പേസിനുള്ളിലേക്ക് കയറിയതിനു ശേഷമാണ് അങ്ങനെ ഒരു മിസൈൽ വന്നു എന്നതുപോലും ഇസ്രായേലിനെ കൊണ്ട് അറിയാൻ സാധിച്ചത്. അതിനാൽ ഇതിന്റെ ട്രജക്ടറി എന്നത് ഇപ്പോഴും കുഴപ്പങ്ങൾ നിറഞ്ഞതാണ്. മറ്റു ചിലർ പറയുന്നത് ഇസ്രായേൽ ഈ മിസൈൽ സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മറച്ചു വയ്ക്കുകയാണ്. ഈ മിസൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനായി അവർ പല രീതിയിൽ ശ്രമിച്ചിട്ട് കൂടിയും അതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു. അതിനെ മറയ്ക്കാൻ അവർ പല സ്ഥലങ്ങളിലും അതിന്റെ ഇന്റർസെപ്ഷൻ പാർട്സ് താഴെ വീണു എന്ന് പറയുന്നതല്ലാതെ ഒരു 100% അകത്തേക്ക് വന്ന മിസൈൽസിനെ ഇസ്രായേലിനെ കൊണ്ട് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു. ഇതൊരു പരിധിവരെയും ശരി തന്നെയാണ്. ഇസ്രായേലിനെ കൊണ്ട് അകത്തേക്ക് വന്ന മിസൈലിനെ മുഴുവനായും ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതിന് കാരണം അതിന്റെ ഹൈപ്പർസോണിക് വേഗതയാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ? സത്യത്തിൽ ഈ മിസൈലിന് അകത്തേക്ക് മെനുവർ ചെയ്തോ എന്നുള്ളതെല്ലാം ഒരു വലിയ രഹസ്യം തന്നെയാണ്. ഇസ്രായേൽ ഇതിനെക്കുറിച്ച് ഒന്നും പുറത്തു പറയുന്നില്ല. അതേസമയം ഹൂത്തികൾ സംബന്ധിക്കുന്ന ചില സംഘടനകൾ പറയുന്നത് ഹൂത്തികളാണ് ഈ മിസൈൽ ലോഞ്ച് ചെയ്തത് എന്നും ആ ക്ലെയിം അവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ഹൂത്തികളുടെ പക്കൽ അത്രത്തോളം ഒന്നും ടെക്നോളജി ഇല്ല. ഇറാൻ മെയ്ഡ് വെപ്പൺസ്, ഇറാന്റെ ടെക്നോളജിയാണ് ഹൂത്തികളുടെ പക്കൽ ഇപ്പോൾ മുഴുവനായും ഉള്ളത്. അങ്ങനെ ഒരു മിസൈലിനെ പോലും ഇസ്രായേൽ പോലുള്ള ഒരു രാജ്യത്തെ കൊണ്ട് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളപ്പോൾ മറുവശത്ത് സെലൻസ്കി ഇരുന്നിട്ട് റഷ്യ 4 ഹൈപ്പർസോണിക് മിസൈൽസ് അയച്ചിട്ടുണ്ട്, ആ 4ഉം ഞങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഇനി റഷ്യ ഒരു 5 ഹൈപ്പർസോണിക് മിസൈൽ അയച്ചാൽ പോലും ഞങ്ങൾ അത് ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന് മാത്രമേ സെലൻസ്കി പറയുകയുള്ളൂ. ഇപ്പൊ ഒരുപാട് പേർക്ക് ഒരു ചോദ്യം വരും, അവിടെ പാട്രിയോട്ട് ഉണ്ട്, ഇസ്രായേൽ അവിടെ എന്താണ് വച്ചിരിക്കുന്നത് എന്ന്. പാട്രിയോട്ട് എത്രത്തോളം വലിയൊരു എയർ ഡിഫൻസ് സിസ്റ്റമാണോ, അതിനേക്കാൾ ടെക്നോളജി വൈസ് ഈ എയ്റോ എന്നതും വളരെ പ്രധാനപ്പെട്ട ഹൈ ടെക്നോളജൈസ്ഡ് ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ്. അങ്ങനെയുള്ള എയർ ഡിഫൻസ് സിസ്റ്റത്തെ കൊണ്ടുപോലും ഈ ഒരു മിസൈലിനെ തടയാൻ കഴിഞ്ഞില്ല എന്നതിനപ്പുറം അകത്തേക്ക് വന്ന മിസൈലിനെ കണ്ടുപിടിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് വളരെ ആശ്ചര്യം തരുന്ന ഒരു കാര്യം. അമേരിക്കയെ കൊണ്ടുപോലും അത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. കാരണം അവരുടെ കപ്പൽ അത്രത്തോളം ചെങ്കടൽ ഭാഗത്തുണ്ട്. അതിൽ ഒരു കപ്പലിന്റെ റഡാറിൽ പോലും ഈ മിസൈൽ കണ്ടുപിടിച്ചില്ല എന്നുള്ളത് വളരെ സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
ഇതിനിടയിൽ ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിൽ ഒരു വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ എയർക്രാഫ്റ്റ്സിൽ നിന്നും ഒരുപാട് ലഘുലേഖകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ലെബനൻ പ്രദേശത്തെ വിട്ട് അതിർത്തിയോട് ചേർന്നിരിക്കുന്ന ജനങ്ങളെല്ലാം ഉടൻ തന്നെ അവിടം വിട്ട് പുറത്തേക്ക് പോകണം. അതും പ്രധാനമായി 4 മണിക്കുള്ളിൽ തന്നെ പുറത്തേക്ക് പോകണം. അടുത്ത് ഈ സ്ഥലത്ത് ഒരു വലിയ ആക്രമണം ഞങ്ങൾ നടത്താൻ പോകുന്നു എന്ന് എഴുതിയ ചെറിയ ലഘുലേഖകൾ അവിടേക്ക് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ലെബനൻ ഭാഷയിൽ തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെയുള്ള ജനങ്ങളെ പുറത്തേക്ക് അയക്കാനുള്ള എല്ലാ പണികളും ഇസ്രായേൽ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അല്പം ശാന്തരായതുപോലെ തോന്നുന്നുണ്ട്. ഒരു പക്ഷെ അവർ യമന്റെ ഹൂത്തി ഫൈറ്റേഴ്സ് വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്തിന് വേണ്ടി ശാന്തരായിരിക്കുകയാണോ എന്നുള്ളതും ഒരു സസ്പീഷ്യസ് ആയി തോന്നുകയാണ്. മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പ്രവചനാതീതമായ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. പ്രധാനമായും ജർമ്മനിയുടെ ടോറസ് മിസൈൽ 500 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു ലോങ് റേഞ്ച് മിസൈലാണ്. ഇത് ഉക്രൈൻ ഏറെ കാലമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണോ UK-യും ഫ്രാൻസും ചേർന്ന് സ്റ്റോം ഷാഡോ, സ്കാൽപ്പ് എന്ന 2 വേരിയന്റ് നിർമ്മിച്ചിരിക്കുന്നത്, അതിനേക്കാൾ സുപ്പീരിയറായ ശ്രേഷ്ഠമായ ഒരു മിസൈലാണ് ഈ ടോറസ്. ഈ ടോറസിനെ സംബന്ധിച്ച് വളരെ റേഡാർ ക്രോസ് സെക്ഷൻ കുറവായിട്ടുള്ള ഒരു ക്രൂയിസ് മിസൈലാണ്. ഇത് ലോ ആൾട്ടിറ്റ്യൂഡിൽ പറക്കും, വളരെ താഴ്ന്ന ഉയരത്തിൽ പറക്കും, റഡാറിന്റെ കണ്ണുകളിൽ പെടാതിരിക്കാനായി. ഇങ്ങനെ വളരെ സവിശേഷത നിറഞ്ഞ ഒരു മിസൈലാണ്. അങ്ങനെയുള്ള മിസൈൽസിനെ ഈ യുദ്ധം ആരംഭിച്ചത് മുതൽ ഉക്രൈൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ചിലയിടങ്ങളിൽ ഇത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള പല വാർത്തകൾ വന്നെങ്കിലും എക്സ്റ്റെൻഡഡ് റേഞ്ച് ഇപ്പോഴും ഉക്രൈൻ അവർ നൽകിയിട്ടില്ല. ഇങ്ങനെയുള്ള വെപ്പൺസ് ജർമ്മനിയോട് ഉക്രൈൻ ഒരുപാട് കാലമായി ചോദിച്ചാലും അതിനെക്കുറിച്ച് ജർമ്മനി യാതൊരു മറുപടിയും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഒരു മറുപടി ജർമ്മനിയിൽ നിന്നും വന്നിട്ടുണ്ട്. ഈ ടോറസ് മിസൈൽ തീർച്ചയായും ഉക്രൈൻ ഞങ്ങൾ നൽകില്ല. കാരണം അതിന്റെ റേഞ്ച് നമുക്കറിയാം. റഷ്യയുടെ മോസ്കോയെ പോലും റീച്ച് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ക്രൂയിസ് മിസൈലാണ്. അങ്ങനെയുള്ള മിസൈൽസ് ഞങ്ങൾ നൽകുകയാണെങ്കിൽ ഇവിടെ ഞങ്ങൾ ഇറസ്പോൺസിബിൾ ആകും, യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്തതുപോലെ ആകും. ഞങ്ങൾക്കും ഉക്രൈനിൽ ചില കടമകളുണ്ട്. ഉക്രൈനെ ഡിഫെൻഡ് ചെയ്യാനുള്ള വെപ്പൺസ് ഞങ്ങൾ നൽകുന്നുണ്ട്. IRIST പോലുള്ള അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റം നൽകിയിട്ടുണ്ട്. അങ്ങനെ നൽകിയാലും റഷ്യയുടെ ആക്രമണത്തിൽ നിന്നും ഉക്രൈനെ സംരക്ഷിക്കാൻ ആവശ്യമായ ആയുധങ്ങൾ നൽകുക എന്നതാണ് ഞങ്ങളുടെ വ്യവസ്ഥ. അതിനപ്പുറം നാളെ ഈ യുദ്ധം യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ മുഴുവനും പ്രചരിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെ അനുവദിക്കുകയാണെങ്കിൽ യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ തന്നെ ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന സാഹചര്യമാകും. അതിനാൽ ഈ ഒരു ആവശ്യം ഞങ്ങളെ കൊണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഉക്രൈന് ഒരു വലിയ പ്രതികരണം അവർ നൽകി. ജർമ്മനിയുടെ ഒരു തീരുമാനം വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ്. കാരണം ഈ ടോറസ് മിസൈൽ ഒരു പക്ഷേ നാളെ അവർക്ക് പോവുകയാണെങ്കിൽ സ്റ്റോം ഷാഡോ കാരണം നൽകാൻ കഴിയാത്ത ഒരു നഷ്ടം, അല്ലെങ്കിൽ സ്കാൽപ്പ് മിസൈൽസ് കാരണം ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു നാശം ഈ ഒരു മിസൈലിനെ കൊണ്ട് നൽകാൻ സാധിക്കും. ഒരു ബങ്കർ ബസ്റ്റർ മിസൈൽ കാറ്റഗറിയിലാണ് ഇത് വരിക. ഒരു ടാർഗറ്റിൽ പോയി പതിച്ചതിന് ശേഷം അതിലുള്ള സെക്കൻഡ് ഡിഫ്യൂസ് പൊട്ടിത്തെറിക്കുകയും എത്രത്തോളം ഹെവിലി ഫോർട്ടിഫൈഡ് പ്രദേശമായിരുന്നാലും കോട്ട കെട്ടിയ പ്രദേശമാണെങ്കിൽ കൂടിയും അവയെല്ലാം പൊളിച്ചെറിയാനുള്ള ഒരു ശക്തി ഈ ഒരു ക്രൂയിസ് മിസൈലിനുണ്ട്. ഇതിനിടയിൽ ബ്രിക്സ് സമ്മിറ്റ് വരാൻ പോകുന്ന മാസങ്ങളിൽ കസാനിൽ വെച്ച് നടക്കാൻ പോകുന്നു എന്ന് നമുക്കറിയാം, റഷ്യയിൽ. അതിൽ ഇറാന്റെ പ്രസിഡന്റ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നതായും ഇറാനിൽ നിന്നും ഒരു പ്രഖ്യാപനം വന്നു. അതുകൂടാതെ പാവെ ക്രൂയിസ് മിസൈൽ, ഇറാന്റെ ഒരു ക്രൂയിസ് മിസൈൽ സബ്സോണിക് വേഗതയിൽ പോകും. 800 മുതൽ 900 കിലോമീറ്റർ മണിക്കൂർ വേഗതയിൽ പോകാൻ കഴിയുന്ന ഒരു ക്രൂയിസ് മിസൈൽ. ഇറാൻ റഷ്യക്ക് ഇത് നൽകാൻ സാധ്യതയുണ്ടെന്ന് ഒരു വിവരം വന്നു. കാരണം അടുത്തിടെ റഷ്യയിൽ നടന്ന ചില ഡിഫൻസ് ഷോയിലെല്ലാം ഈ ഒരു ക്രൂയിസ് മിസൈൽ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ലോകനാടുകളുടെ ശ്രദ്ധ ഇത് ആകർഷിച്ചില്ലെങ്കിലും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പല രീതിയിലുള്ള വെപ്പൺസ് ഉപയോഗിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് റഷ്യ എത്തിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി റഷ്യക്ക് മറ്റു മാർഗമില്ലാതെ ഈ ഒരു ക്രൂയിസ് മിസൈൽസ് ഉപയോഗിക്കാൻ ഇറാൻ ഒരു ഓഫർ നൽകിയിട്ടുള്ളതായും പറയുന്നു. നേരത്തെ തന്നെ ഇറാനിൽ ഒരുപാട് കുറ്റാരോപണങ്ങൾ നടത്തുന്നുണ്ട്. ക്രൂയിസ് മിസൈൽ നൽകുന്നു, ബാലിസ്റ്റിക് മിസൈൽസ് നൽകുന്നു, ഡ്രോൺസ് നൽകുന്നു എന്നൊക്കെ. ഇപ്പോൾ അക്കൂട്ടത്തിൽ ഇതും ഒരു ന്യൂസായി ഒരു പക്ഷെ മാറാം. ഈ ഒരു ക്രൂസ് മിസൈൽ അകത്തേക്ക് വന്നാലും അത് കാരണം റഷ്യക്ക് ഉക്രൈനെതിരെ ഒരു വലിയ നേട്ടം ലഭിക്കുമോ എന്നൊന്നും അറിയില്ല. ഒരുപാട് സ്റ്റെൽത്ത് ഫ്യൂച്ചേഴ്സ് ഇതിൽ ഇറാൻ നൽകിയിട്ടുണ്ടെങ്കിലും ഇതിന്റെ റേഞ്ച് 800 കിലോമീറ്റർ കൂടുതലുണ്ടായാലും ഇതിന്റെ വാർഹെഡ് വളരെ വളരെ കുറവാണ്. റഷ്യ പ്രതീക്ഷിക്കുന്ന ഒരു ഫലം ഇതിന് നൽകാൻ കഴിയുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇതിനിടയിൽ ഉക്രൈന്റെ ഡ്രോൺസിൽ നിന്നും റഷ്യയുടെ വിമാനങ്ങളെ രക്ഷിക്കാൻ ഒരുപാട് നൂതനമായ ശ്രമങ്ങൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ടയേഴ്സ് ഉപയോഗിച്ച് ഈ വിമാനങ്ങൾക്ക് മുകളിൽ ഒരു ഷീൽഡ് ക്രിയേറ്റ് ചെയ്യുക. ഇതിന് കാരണം ഉക്രൈൻ ഡ്രോൺസ് ഉപയോഗിച്ച് ആക്രമണം നടത്തുമ്പോൾ ആ ടയറുകളിൽ അത് പതിക്കുകയും അതിന്റെ ആഘാതം ഈ വിമാനങ്ങളിൽ കുറയും, അല്ലെങ്കിൽ ആ ഡ്രോൺ ആക്രമണം തടയാൻ സാധിക്കും. ഫ്യൂസ്ലേജിൽ അത്രയും ടയറുകൾ വയ്ക്കുമ്പോൾ
ആ ഡ്രോണിന്റെ ആഘാതം കുറയ്ക്കും എന്നുള്ളതിന് വേണ്ടി റഷ്യ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഒരു പുതിയ കാരണം കൂടി അതിനിപ്പോൾ പറയുന്നുണ്ട്. സാധാരണ ഉക്രൈനിൽ നിന്നും റഷ്യയിലേക്ക് വിക്ഷേപിക്കുന്ന ഡ്രോണുകൾ എല്ലാം നേരത്തെ സാറ്റലൈറ്റ് ഇമേജസ് ഇൻപുട്ടായി ഉപയോഗിച്ച് ആ ഇമേജിലുള്ള ഫിസിക്കൽ ഒബ്സർവേഷനും താഴെ ലൈവായി നോക്കുന്ന രൂപത്തെയും കമ്പയർ ചെയ്യും. ആ ബോംബറും ഇതും ഒന്ന് തന്നെയാണോ, ഈ ഇമേജിലുള്ള ഓബ്ജക്റ്റും താഴെയുള്ള ആ ഒരു ഓബ്ജക്റ്റും ഒന്ന് തന്നെയാണോ എന്ന് വിഷ്വലി ഐഡന്റിഫൈ ചെയ്ത് കൺഫേം ചെയ്തതിനു ശേഷം നേരിട്ട് അതിലൊരു ആക്രമണം നടത്തും. ഇപ്പോ ഈ ടയേഴ്സ് ഈ ഫ്യൂസ്ലേജിന് മുകളിൽ അടുക്കി വെക്കുന്നത് വഴി സൈഡിലും സപ്പോർട്ട് കൊടുത്ത് വിങ്സിന്റെ 2 ഭാഗവും അത് അടുക്കി വെക്കുന്നു. ദൃശ്യപരമായി നോക്കുമ്പോൾ ആ വിമാനത്തിന്റെ സ്ട്രക്ചറിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ടാർഗറ്റ് ഡ്രോൺ മിസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. കൂടാതെ നെപ്റ്റ്യൂൺ ആന്റിഷിപ്പ് മിസൈൽസ് ലാൻഡ് ആക്രമണത്തിന് വേണ്ടി ഉക്രൈൻ റഷ്യയിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ IR സീക്കർ ഇൻഫ്രാറെഡ് സീക്കേഴ്സ് ഉപയോഗിച്ച് ആ വിമാനത്തിന്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ അവിടെയുള്ള സിഗ്നൽസ് ഉപയോഗിച്ച് ഈ നെപ്റ്റ്യൂൺ ആന്റിഷിപ്പ് മിസൈൽസ് ആ വിമാനങ്ങളെ ആക്രമിക്കും. അതിനെ ഓവർകം ചെയ്യാനും ഈ ഇൻഫ്രാറെഡ് സിഗ്നേച്ചേഴ്സിനെ ആർട്ടിഫിഷ്യലായി നിർമ്മിക്കുന്ന ചില ഡിവൈസസും ഈ വിമാനങ്ങൾക്ക് തൊട്ടടുത്തായി വയ്ക്കാൻ പോകുന്നുവെന്നും റഷ്യയിലെ ചില ഉറവിടങ്ങൾ ഒരു അവകാശവാദം പറയുന്നുണ്ട്. ഇതിനിടയിൽ ഉക്രൈന്റെ 2,70,000 വെപ്പൺസ് ഉക്രൈന് പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയിട്ടുള്ള പല ഗ്രനേഡ് ലോഞ്ചേഴ്സ്, പല യൂണിറ്റ്സ് ഓഫ് ഗ്രനേഡ്സ്, അസോൾട്ട് റൈഫിൾസ്, സ്നൈപ്പിംഗ് റൈഫിൾസ് ഇവയെല്ലാം കാണാതായി എന്ന് പറയുന്നു. കാണാതെ പോയി എന്നതിനപ്പുറം മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഉക്രൈനുള്ളിൽ തന്നെ ഒരു വിവരം വന്നു. 2,70,000 ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഇത്രയും ഗ്രാനൈറ്റ്സ് അല്ലേ, ഇത് പോയാൽ ഉക്രൈൻ എന്താണ് പ്രശ്നം വരാൻ പോകുന്നത്, ഇത് കാരണം വലിയ നേട്ടമൊന്നും ഉക്രൈന് സംഭവിക്കാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ പറയാം. പക്ഷെ ഇവയെല്ലാം ബ്ലാക്ക് മാർക്കറ്റിൽ പോകുമ്പോൾ നാളെ ഉക്രൈനെതിരെ റഷ്യ ഇത് ഉപയോഗിക്കേണ്ട ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ഇറാന് ബ്ലാക്ക് മാർക്കറ്റ് വഴി ഇതേ ആയുധങ്ങൾ പോയാൽ അമേരിക്കയുടെ വെപ്പൺസ് പോകാനുള്ള അവസരവുമുണ്ട്. അപ്പോൾ ഉക്രൈനുള്ളിൽ അഴിമതി നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇതിലും വലിയ അനന്തരഫലങ്ങൾ ഉക്രൈൻ ഉണ്ടാകാനുള്ള അവസരങ്ങൾ ഇവിടെ രൂപം കൊള്ളുകയാണ്. കേഴ്സ് കൗണ്ടർ ഒഫൻസീവിനെ സംബന്ധിച്ച് റഷ്യ ഒരു സ്റ്റേബിൾ കണ്ടീഷനിൽ നിൽക്കുകയാണ്. 2-3 ദിവസമായി പുരോഗമിച്ചു വന്ന അവളുടെ മൂവ്മെന്റ് ഇപ്പോൾ ഉക്രൈന്റെ ഡിഫൻസീവ് ലൈൻസ് കാരണം തടഞ്ഞു നിർത്തിയ ഒരു അവസ്ഥയാണ്. ഉക്രൈൻ ഈ സ്ഥലത്ത് റഷ്യയെ സ്റ്റോപ്പ് ചെയ്യാനായി അവരുടെ നിരവധി സൈനികരെ തിരികെ വീണ്ടും കേഴ്സ് ഭാഗങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഉക്രൈൻ ചെയ്യാൻ പോകുന്ന ഒരു വലിയ തെറ്റായി മാറാൻ പോവുകയാണ്. കാരണം കേഴ്സ്കിനെ ലക്ഷ്യം വെച്ച് അല്ലെങ്കിൽ കേഴ്സ്കിനെ കേന്ദ്രീകരിച്ച് ഉക്രൈൻ പ്രതിരോധ സ്ട്രാറ്റജി എത്രത്തോളം വലുതായി കൊണ്ടുവരികയാണോ അത്രത്തോളം ഉക്രൈൻ സൈനികർ അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കേഴ്സ്കിനെ മാത്രം അടിസ്ഥാനമാക്കി ഒരുപാട് സൈനികരെ ഉക്രൈൻ അകത്തേക്ക് പുഷ് ചെയ്യുകയാണെങ്കിൽ അത് ഉക്രൈൻ്റെ സൈനികരെ ഫ്രണ്ട് ലൈനിൽ നിന്നും വിഡ്രോ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരും. കാരണം പെട്ടെന്ന് ഉക്രൈൻ പിൻവാങ്ങുകയാണെങ്കിൽ അത് ഉക്രൈന്റെ പേര് തന്നെ നശിപ്പിക്കും. ഇങ്ങനെ പിൻവാങ്ങാനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു അധിനിവേശം നടത്തിയത്, ഇത് ചെയ്യാതിരിക്കാമായിരുന്നില്ലേ, കേഴ്സ് ഒഫൻസീവ് എന്തിനു ചെയ്തു എന്നുള്ള ഒരു വലിയ ചോദ്യം തന്നെ ഉക്രൈന് നേരെ ഉയരും. അങ്ങനെയല്ല, ഇനിയും കുറച്ച് ദിവസം ഹോൾഡ് ചെയ്യണം, അതിനുള്ളിൽ സീസ് ഫയർ കൊണ്ടുവരാം, അതല്ല മറ്റേതെങ്കിലും സമാധാന ചർച്ച കൊണ്ടുവരിക, അതുവരെയും ഈ സ്ഥലം ഹോൾഡ് ചെയ്യണം എന്ന് ചിന്തിച്ച് ഉക്രൈൻ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഈസ്റ്റേൺ സൈഡിൽ ഉക്രൈന്റെ ഓരോ നഗരമായി വീഴാൻ തുടങ്ങും. അങ്ങനെ വീഴുമ്പോൾ റഷ്യയുടെ അഡ്വാൻസ്മെന്റ് ഉക്രൈന് തടയാനുള്ള പോസിബിലിറ്റീസായി കാണില്ല. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.